നമസ്കാരം. ഇന്ന് 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിലെ പാർട്ട് 3 വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നും പിന്നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണെന്നും അതുപോലെ പേജ് നമ്പർ 13 ക്വസ്റ്റ്യനുമാണ് ചെയ്യുന്നത്. ഈ സീക്വൻസ് നോക്കി 2, 4, 6 എക്സെട്ര, അതായത് ഇത് ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് അഥവാ ഇരട്ട സംഖ്യകളുടെ ശ്രേണി. അടുത്തത് 1, 3, 5 എക്സെട്ര, ഇതെന്താണ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണി. അടുത്തത് ഹാഫ്, 1, 1.5 എക്സെട്ര, ഇവിടെ ഹാഫ് ആഡ് ചെയ്ത് പോകുന്നു ആ സീക്വൻസ്. അടുത്ത സീക്വൻസ് നോക്കിയാൽ 95, 90, 85 എക്സെട്ര, ഇവിടെ 5 കുറഞ്ഞാണ് വരുന്നത് അല്ലേ, 5 മൈനസ് ചെയ്ത് വരുന്നു. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, ഇവിടെ -5 ആഡ് ചെയ്ത് പോകുന്നു. അതായത് നോക്കിയേ, 90യുടെ കൂടെ പ്ലസ് -5 ആഡ് ചെയ്താൽ എന്താണ് 85. അതല്ലെങ്കിൽ 95ൻ്റെ കൂടെ -5 ആഡ് ചെയ്താൽ എന്താണ് 90. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ മൈനസ് ചെയ്യുന്നതിന് പകരം നമുക്ക് -5 ആഡ് ചെയ്ത് പോകുന്നു എന്ന് പറയാം. ഇനി ഈ സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയും പറയുന്ന പേരാണ് ടേം അഥവാ പദം. അപ്പോൾ ഇത് നോക്ക്, ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഫസ്റ്റ് ടേം, സെക്കൻഡ് പൊസിഷനിൽ സെക്കൻഡ് ടേം, തേർഡ് പൊസിഷനിൽ തേർഡ് ടേം, അല്ലെങ്കിൽ നോക്ക് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം. ഇവിടെ ഒന്നാം പദം എന്താണ് ഹാഫ്, രണ്ടാം പദം എന്താണ് 1. അതുപോലെ ഇത് നോക്ക്, ഫസ്റ്റ് ടേം 95, സെക്കൻഡ് ടേം 90 എക്സെട്ര, അങ്ങനെ പോകുന്നു. അപ്പോൾ ടേംസ് എന്താണെന്ന് മനസ്സിലായില്ല, അല്ലെങ്കിൽ പദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണിത്. ഇനി ഈ സീക്വൻസസ് ഒക്കെ ഒന്ന് നോക്കിയേ, ഇവിടെ നോക്കും, ഇവിടെ 2 ആഡ് ചെയ്ത് പോകുന്നു. ഈ ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ടേമിന് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് 2 കൂട്ടണം. അതുപോലെ സെക്കൻഡ് ടേമിന് തേർഡ് ടേം കിട്ടണമെങ്കിൽ ഇവിടെ 2 കൂട്ടണം. അപ്പോൾ ഇനി ഫോർത്ത് ടേം എന്തായിരിക്കും, ഇതിനോട് 2 കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഫോർത്ത് ടേം എന്ത് വരും, 8 വരും. അതുപോലെ ഇവിടെ നോക്കും, ഇവിടെയും 2 ടേംസ്, അടുത്തടുത്തുള്ള 2 പദങ്ങൾ അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും അല്ലേ. ഏത് 2 ടേം എടുത്താലും അവ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. ഇവിടെ ഡിഫറൻസ് 2 ആണ്, ഇവിടെ ഡിഫറൻസ് 2 ആണ്. അടുത്ത ടേം എന്ത് വരും 7. ഇനി ഇവിടെ നോക്കിയേ, ഹാഫ്, 1, 1.5, ഇവിടെ എന്താണ് 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഹാഫാണ്. ഇവിടെ ഡിഫറൻസ് 5 ആണ്, അതായത് -5 ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഡിഫറൻസ് എന്താണ് ഇവിടെ -5. ഇങ്ങനെ 2 കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഇനിയിപ്പോൾ ഫസ്റ്റ് സീക്വൻസ് നോക്കി, ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ് 2. ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ D എന്ന് ഡിനോട്ട് ചെയ്യും, സാധാരണ D. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്താണ് 2. രണ്ടാമത്തെ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്താണ്, അതും 2. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ് ഹാഫ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ് -5. അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സെട്ര, ഇവിടെ 5, 8, 11, 14 എക്സെട്ര, ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അടുത്തടുത്തുള്ള 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. അതായത് ഇപ്പം സെക്കൻഡ് ടേം ആണെങ്കിൽ അതിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതുപോലെ തേർഡ് ടേമിന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഇപ്പോൾ D = സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ, അല്ലെങ്കിൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. അപ്പോൾ ഇവിടെ എന്ത് വരും, 8 - 5 3. ഇനി ഇത് രണ്ടും കൂടിയാണ് എടുക്കണമെങ്കിൽ ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ പറയാം, ഫോർത്ത് ടേം നാലാം പദം മൈനസ് തേർഡ് ടേം.
എന്താണ് നാലാം പദം? ഫോർത്ത് ടേം ഇവിടെ 14 ആണ്. മൈനസ് തേർഡ് ടേം എന്താണ്? 11. കോമൺ ഡിഫറൻസ് എന്താണ്? 3 അല്ലേ? കോമൺ അല്ലേ വരുന്നത്? അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ല. ഇനി ഈ സീക്വൻസസ് ഒക്കെ നോക്കിയും ഇവിടെയൊക്കെ നമ്മൾ ഒരേ നമ്പർ ഈ പറഞ്ഞ പോലെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ നമ്പർ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് ആ സീക്വൻസ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സീക്വൻസിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. അപ്പം എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? അതിന് എക്സാമ്പിളാണ് ഇതെല്ലാം. എന്താണ്? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിംഗ് വൺ നമ്പർ എഗൻ ആൻഡ് എഗൻ ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. അതായത് ഒരു ശ്രേണി അത് ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ അതിനോട് കൂടി ആഡ് ചെയ്ത് അടുത്തടുത്ത പദങ്ങൾ കിട്ടുന്നു. അങ്ങനെയുള്ള ശ്രേണിയെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണികൾ. എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിംഗ് വൺ നമ്പർ എഗൻ ആൻഡ് എഗൻ ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. കോമൺ ഡിഫറൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ല, എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്? ദ നമ്പർ ഗോട്ട് ബൈ സബ്ട്രാക്റ്റിംഗ് ദ പ്രീവിയസ് ടേം ഫ്രം എനി ടേം ഈസ് കോൾഡ് ദ കോമൺ ഡിഫറൻസ്. അതായത് ഒരു സീക്വൻസിൻ്റെ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് തൊട്ട് മുന്നുള്ള ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. ഒരു ശ്രേണിയിലെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നും തൊട്ട് മുന്നത്തെ ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പൊതുവ്യത്യാസം. മനസ്സിലായല്ല എന്താണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് പൊതുവ്യത്യാസം? അതുപോലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, സമാന്തര ശ്രേണി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഗീവ് റീസൺസ് ഓൾസോ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ്. അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. രണ്ടാമത്തേത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. മൂന്നാമത്തേത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാലാമത്തേത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അഞ്ചാമത്തേത് പവേഴ്സ് ഓഫ് 2. ആറാമത്തേത് ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായി നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാം. 0, 4, 8, 12 എക്സെട്ര. ഇനി ശിഷ്ടം 1 വരണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതിയല്ല, ഇതിൻ്റെ കൂടെയെല്ലാം 1 കൂട്ടിയാൽ മതി. അപ്പോൾ 0 + 1 1. ഇവിടെ 4 + 1 5. ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9. 12ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 13 എക്സെട്ര. ഇങ്ങനെ പോകും. ഇനി നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്ര, സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യുക, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കാം. ഈ സീക്വൻസ് എന്താണ്? 1 5 9 13 എക്സെട്രയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിഫറൻസ് നോക്കിയേ. 1നോട് 4 കൂട്ടിയാൽ 5. ഇവിടെയും ഡിഫറൻസ് 4, ഇവിടെയും ഡിഫറൻസ് 4. അപ്പോൾ ഡിഫറൻസ് കോമൺ ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട് അഥവാ പൊതുവ്യത്യാസം ഉണ്ട്. എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ് അല്ലേ? ഇവിടെ 5 - 1 4, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഏത് ടേംസ് എടുത്താലും അല്ലെങ്കിൽ ഏത് 2 പദങ്ങൾ അടുത്തടുത്തുള്ള 2 പദങ്ങൾ എടുത്താലും അവിടുത്തെ വ്യത്യാസം കോമൺ ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് എന്താണ്? ആ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പൊതുവ്യത്യാസമുള്ള ശ്രേണി സമാന്തര ശ്രേണി ആയിരിക്കും അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. therefore sequence is an arithmetic sequence. 1 5 9 13 etc.
ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അഥവാ സമാന്തര ശ്രേണിയാണ്. മനസ്സിലായില്ലേ ഇപ്പം? ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഡിവിഷൻ ബൈ 4 ആണ് രണ്ടാമത്തേൽ. ആദ്യത്തേൽ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്, രണ്ടാമത്തേൽ 1 or 2. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. എന്താണ് ഇത്? നമ്മൾ ആദ്യം എഴുതിയല്ല 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയല്ല, 0, 4, 8, 12 എക്സെട്ര. അപ്പോൾ 1 റിമൈൻഡർ വരുന്നത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? 1, 5, 9, 30. ഇനി 2 റിമൈൻഡർ, 2 ശിഷ്ടം വരണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ 2 കൂട്ടിയാൽ മതി. അപ്പോൾ 0ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 2, 4ൻ്റെ കൂടെ 6, 8ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 10, 12ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 14 എക്സെട്ര. അപ്പം ചോദിച്ചിരിക്കുന്നത് 2ഉം കൂടെയാണ്. റിമൈൻഡർ 1 or 2 അല്ലെങ്കിൽ ശിഷ്ടം 1, 2 വരുന്ന സീക്വൻസ് എഴുതാനാണ്. അപ്പോൾ 1 വരുന്നത് എന്താണ്? 1, 5, 9, 13. 2 വരുന്നത് ഇങ്ങനെ വരുന്നത്. അപ്പം ചേർത്ത് എഴുതാം. ആ സീക്വൻസ് എന്ത് വരും? 1, അടുത്തത് ഇവിടെ 2 ഉണ്ട്, 2, പിന്നെ അവിടെ 5, പിന്നെ ഇതിൽ 6 ഉണ്ട്, പിന്നെ അതിൽ 9 ഉണ്ട്, ഇതിൽ 10 ഉണ്ട്, അതിൽ 13, 14 എക്സെട്ര ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. ഇവിടെയുള്ള ഡിഫറൻസ് എന്താണ്? 1 ആണ് അല്ലേ? ഈ ഒന്നാം പദവും രണ്ടാം പദവും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 1 ആണ്. ഇവിടെ നോക്കിയേ, രണ്ടാം പദവും മൂന്നാം പദവും തമ്മിലുള്ള ഡിഫറൻസ് 2ഉം 5ഉം ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് 3 ആണ്. അപ്പം തന്നെ പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഡിഫറൻസ് കോമൺ അല്ല, അല്ലെങ്കിൽ വ്യത്യാസം പൊതുവ്യത്യാസം ഇല്ല ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് ഇല്ല അല്ലേ? നോ കോമൺ ഡിഫറൻസ്, നോ കോമൺ ഡിഫറൻസ്. therefore സീക്വൻസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയല്ല. സീക്വൻസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയല്ല. കാരണം എന്താണ്? ഇവിടെ പൊതുവ്യത്യാസം ഇല്ല, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയല്ല. മൂന്നാമത്തെ എന്താണ്? സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് മൂന്നാമത്തെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ, അതായത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര. അപ്പോൾ 1 സ്ക്വയർ എന്താണ്? 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നോക്കിയേ കോമൺ ഡിഫറൻസ്. ഇവിടെ ഡിഫറൻസ് എന്ത് വരും? ഇവിടെ ഡിഫറൻസ് 3 ആണ്, ഇവിടെ ഡിഫറൻസ് 5 ആണ്, ഇവിടെ ഡിഫറൻസ് 7 ആണ്. രണ്ടെണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? ഡിഫറൻസ് കോമൺ അല്ല. സോ കോമൺ ഡിഫറൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ്, therefore it is not an arithmetic sequence. ഇവിടെ the sequence is not an arithmetic sequence. അല്ലേ? കാരണം എന്താണ്? there is no common difference. There is no common difference. Therefore sequence is not an arithmetic sequence. പൊതുവ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇനി അടുത്തത് നാലാമത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് വിൽക്രമം. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1. 1ൻ്റെ റെസിപ്രോക്കൽ 1/1. അതുപോലെ 2ൻ്റെ റെസിപ്രോക്കൽ 1/2. 3യുടെ റെസിപ്രോക്കൽ എന്താണ്? 1/3. 4ൻ്റെ റെസിപ്രോക്കൽ 1/4 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതായത് ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് നോക്കാം. 1/2 മൈനസ് 1 തന്നെ അല്ലേ? അല്ലെങ്കിൽ 1/1 എഴുതാം. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ത് വരും? 1 മൈനസ് 2/2, അതായത് -1/2. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 1/3 മൈനസ് 1/2.
അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ LCM എടുക്കുക. 6 2 × 1 2 -3 × 1 3. അപ്പോൾ ഇവിടെ -1/6. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറൻസ് കിട്ടി. രണ്ടും രണ്ടാണ് അല്ലേ, കോമൺ അല്ല, ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കോമൺ ഡിഫറൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദെയർഫോർ സീക്വൻസ് ഇസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി അല്ല. ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ല. ഇനി അടുത്തതാണ് പവേഴ്സ് ഓഫ് 2. 5ാമത്തെ ചോദ്യം. പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്ത് വരും? 2⁻1 2⁻2 2⁻3 2⁻4 etc. 2⁻1 2 2⁻2 4 2⁻3 2 × 2 × 2 8. വീണ്ടും 2⁻4 എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 16. ഇങ്ങനെ പോകും. ഇവിടെ ഡിഫറൻസ് നോക്കിയേ. ഇവിടെ ഡിഫറൻസ് വരുന്നത് 2 ആണ്. ഇവിടെ ഡിഫറൻസ് വരുന്നത് 4 ആണ്. പിന്നെ അങ്ങോട്ട് നോക്കണ്ട അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. So, sequence is not an arithmetic sequence. Sequence is not an arithmetic sequence. അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ട് അതിൽ. 6th one എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് 1 3 5 7 എക്സെട്ര. അപ്പോൾ അതിൻ്റെ ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഡിവൈഡ് ബൈ 2 ചെയ്യുക. 1/2 3/2 5/2 7/2 എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. അതായത് കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 3/2 - 1/2 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ അതായത് 3 - 1 2/2. ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പം ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? 1. ഇനി ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും പദങ്ങൾ തമ്മിൽ, അതായത് മൂന്നാമത്തേന്ന് രണ്ടാമത്തേത് മൈനസ് ചെയ്യുക. 5/2 - 3/2, അതായത് 5 - 3/2. ഇത് കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ല, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത് 2/2. ഇവിടെയും ഡിഫറൻസ് 1 ആണ്. ഇനി അടുത്തത് ഈ നാലാമത്തെയും മൂന്നാമത്തെയും കൂടി നോക്കാം. 7/2 - 5/2. 7 - 5 2/2. അവിടെയും ഡിഫറൻസ് 1 ആണ് അല്ലേ. അപ്പോൾ ഇതെല്ലാത്തിലും ഡിഫറൻസ് കോമൺ ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊതുവ്യത്യാസമുണ്ട്. ഇവിടെ വ്യത്യാസം വരുന്നത് 1 ആണ്. അപ്പം കോമൺ ഡിഫറൻസ് ഈസ് 1 അല്ലേ. കോമൺ ഡിഫറൻസ് 1. Therefore, sequence is an arithmetic sequence. The sequence is an arithmetic sequence. ഞാൻ ഷോർട്ടായിട്ട് AS എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഫുള്ളായിട്ട് എഴുതുക. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം 1 ആണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ഇടുക. താങ്ക് യു.